ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു ഓഡിയോ ഫയൽ റിസീവറാണ്. വിൻറ്റേജ് ആണ്. മോഡൽ വരുന്നത് പയനിയറിൻ്റെ മോഡൽ SX-1250 എന്ന മോഡലാണ്. ഭയങ്കര ഹൈലി റേറ്റഡ് മോഡലാണ്. 160 വാട്ട്സ് പെർ ചാനലാണ് വരുന്നത്. അതായത് പയനിയറിൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മൂന്നാമത്തെ റിസീവറാണത്. ഏറ്റവും ടോപ്പ് ഒരു 1980 ഉണ്ട്, അതിന് താഴെ 1280, അതിന് താഴെ വരുന്നതാണ് SX-1250. ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള റിസീവറാണ്. ഇതാണ് ഇതിൻ്റെ ജസ്റ്റ് ഫ്രണ്ട്. ഞാൻ ജസ്റ്റ് എല്ലാ നോബ്സും ഒന്ന് കാണിക്കാം. ഏറ്റവും താഴെയായിട്ട് നമുക്ക് പവർ, ബാസ് അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് രണ്ട് ഫ്രീക്വൻസീസ് അഡ്ജസ്റ്റ് ചെയ്യാം. 50 ഹെർട്സിൻ്റെയും 100 ഹെർട്സിൻ്റെയും രണ്ട് ഫ്രീക്വൻസി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. പിന്നെ ഇവിടെ ടോണ് ഓൺ ആക്കാൻ ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ട്രിബിള്, അതേപോലെ 10 കിലോ ഹെർട്സും 20 കിലോ ഹെർട്സും രണ്ടും നമുക്ക് ട്യൂൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബാക്കിയെല്ലാം നമുക്ക് ടൈപ്പ് മോണിറ്ററും അഡാപ്റ്ററും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ബാലൻസ്, സ്റ്റീരിയോ, മോണോ മോഡ്, ലൗഡർനെസ്, വോളിയം സ്വിച്ച്, മ്യൂട്ടിങ്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഹെഡ്ഫോൺ യൂസ് ചെയ്യാനുള്ള, മൈക്ക് യൂസ് ചെയ്യാനുള്ള ലെഫ്റ്റ് ചാനലും റൈറ്റ് ചാനലും, പിന്നെ റേഡിയോയുടെ ട്യൂണർ, ഡയല്, വിയൂമീറ്റർ വരുന്നില്ല. ഇത് സിഗ്നലും ട്യൂണറും റേഡിയോയുടെയാണ്. പിന്നെ ഇവിടെ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ സ്പീക്കർ എ, സ്പീക്കർ ബി, സ്പീക്കർ സി. നമുക്കിതിൽ 3 പെയർ ഓഫ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇത് സ്റ്റീരിയോ FM-ൻ്റെ ഇത് കാണിക്കുന്നതാണ്. പിന്നെ ഏതാണ് നമുക്ക് സെലക്ട് ചെയ്യുന്നത്, അവിടെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് തത്വമുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കുമ്പോൾ കാണിക്കാം. ഇപ്പോൾ കാണാം, ഓണാകുമ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്നത് സ്പീക്കർ എ ആണ്. സ്പീക്കർ എയിൽ ലൈറ്റ് വരും. ഇവിടെ നമ്മൾ ഏതാ സെലക്ട് ചെയ്താൽ അത് ലൈറ്റ് വരും. ഇപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്യുന്നത് ഓക്സ് ആണ്. അപ്പോൾ അത് നമുക്കൊരു ഇൻഡിക്കേറ്ററായി കാണാം. പിന്നെ അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് സ്പീക്കർ ഹെഡ്ഫോൺസിൻ്റെ സ്വിച്ച് ഉണ്ട്. പിന്നെ സ്പീക്കർ എ ആണോ ബി ആണോ സി ആണല്ലോ ആ സ്വിച്ച് വരുന്നുണ്ട്. ഫിൽറ്റർ 30 ഹെർട്സ് ഫിൽറ്റർ, 8 കിലോ ഹെർട്സ് ഫിൽറ്റർ വരുന്നുണ്ട്. FM-ൻ്റെ ആണ്. പിന്നെ ഇവിടെ നമുക്ക് സെലക്ടർ നോബ്സ് ആണ്. AM, FM, ഫോണോ 2 ബോക്സ്. ഇത്രയും നോബ്സാണ് അതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് നോക്കാം. ഇതാണ് ബാക്ക് സൈഡ് വരുന്നത്. ഇത് മെറ്റൽ ട്രാൻസിസ്റ്റർ വരുന്ന ടൈപ്പാണ്. പൊതുവെ മെറ്റൽ ട്രാൻസിസ്റ്ററുള്ള വിൻറ്റേജ് ഭയങ്കര സൗണ്ട് ക്വാളിറ്റി ആണെന്ന് പറയപ്പെടുന്നത്. നമുക്ക് നോക്കാം. അതിൻ്റെ ബാക്കിൽ ഇവിടെ നമുക്ക് 3 പെയർ ഓഫ് സ്പീക്കേഴ്സ് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ABC ആണെങ്കിൽ 4 or more, A+B, A+B+C, 8 or more എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്പീക്കർ സ്പെസിഫിക്കേഷൻ പറഞ്ഞത് വളരെ ശ്രദ്ധിക്കണം. സ്പീക്കർ കോൺഫിഗറേഷൻ വളരെ ശ്രദ്ധിക്കണം. നമുക്ക് ലോവർ ആയിട്ടുള്ള സ്പീക്കർ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് റിസീവറിന് പോകാൻ കാരണമുണ്ട്. കാരണം ഇന്നലെ എൻ്റെ കയ്യിൽ നിന്ന് ഒരാൾ ഒരു ആംപ്ലിഫയർ കൊണ്ടുപോയിട്ട് കുറച്ച് കഴിയുമ്പോൾ വിളിച്ചു, ഇത് ഓണായി ഓഫായി പോകുന്നുണ്ട്, എന്താ കാര്യം എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു ഏത് സ്പീക്കർ കണക്ട് ചെയ്തിരിക്കുന്നത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കണക്ട് ചെയ്തിരിക്കുന്നത് 3 ohm സ്പീക്കർ. 8 ohm സ്പീക്കർ വേണ്ട ആംപ്ലിഫയറിന് കണക്ട് ചെയ്തിരിക്കുന്നത് 3 ohm സ്പീക്കറാണ് എന്ന് പറയുമ്പോൾ ആംപ്ലിഫയർ അത് ഷോർട്ടായിട്ടാണ് കാണുന്നത്. അപ്പോൾ പ്രൊട്ടക്ഷനിലോട്ട് പോകുന്നതാണ്. ആംപ്ലിഫയറിൻ്റെ കാര്യം എന്തായെന്ന് അറിയില്ല. കക്ഷിയുടെ അടുത്ത് വേറെ സ്പീക്കറിലേക്ക് നോക്കാമെന്ന് പറഞ്ഞു. അടിച്ചു പോയിട്ടില്ല എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അതേപോലെ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതൊന്ന് എല്ലാവരും ആംപ്ലിഫയർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. ഇതിൽ നമുക്കൊരു പ്രീ ഔട്ട് പവർ ഇൻ വരുന്നുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇൻ ബിറ്റ്വീൻ നമുക്കൊരു ഈക്വലൈസർ ആഡ് ചെയ്യണമെങ്കിലൊക്കെ ഉള്ളൊരു ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. ബാക്കിയെല്ലാം ഇൻപുട്സും ഔട്ട്പുട്ട്സും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ഓക്സിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഫോണോ 1 ഫോണോ 2 ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ടേൺ ടേബിളൊക്കെ യൂസ് ചെയ്യുന്നവർ. പിന്നെ ടൈപ്പ് 2 ഒക്കെ. ഇത് 2 സൈഡിലും വരുന്നത് ഹീറ്റ് സിങ്ക് ആണ്. ഈ കാണുന്ന സാധനം ഹീറ്റ് സിങ്ക് ആണ്. ഇതിൻ്റെ മെറ്റൽ ട്രാൻസിസ്റ്ററിൻ്റെ ഹീറ്റ് സിങ്ക് ആണ് ഈ സൈഡിൽ വരുന്നത്. ഇത് ഹീറ്റ് സിങ്ക് ആണ്. ഇതാണ് അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 20 കിലോയിൽ കൂടുതൽ വെയിറ്റുള്ള സംഭവമാണ്. ഇവിടെ നമുക്ക് കാണാം ഒരു വലിയൊരു ട്രാൻസ്ഫോമറും അതിന് പറ്റിയ 4 കപ്പാസിറ്ററും ഉണ്ട് 2 സൈഡിലും. എന്ന് പറയുമ്പോൾ ഈ സാധനത്തിൻ്റെ വലിപ്പത്തിൻ്റെ ഏകദേശം എന്താ പറയുക 1/4 ഭാഗത്തോളം വരുന്നത് ഈ ട്രാൻസ്ഫോമറും ഫിൽറ്റർ കപ്പാസിറ്റേഴ്സുമാണ്. ഭയങ്കര ഹെവിയാണ്. കാരണം ഇതിൻ്റെ വാട്ട്സ് വരുന്നത് 160 വാട്ട്സ് പെർ ചാനലാണ്. അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു റിസീവർ എന്ന് പറയുമ്പോൾ അത്രയും ഹെവി പവർ സപ്ലൈ ആയിരിക്കും. അതാണത്. ഈ 2 സൈഡിലും കാണിക്കുന്നത് ഇതിൻ്റെ മെറ്റൽ ട്രാൻസിസ്റ്ററിൻ്റെ
ഹീറ്റ് സിങ്ക്സ് ആണ്. മെറ്റൽ ട്രാൻസിസ്റ്ററാണ് വരുന്നത് ഈ റിസീവർ. എന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താണ്. വളരെ റെയറായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത് പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു വീഡിയോ ഇട്ടതാണ്. അടുത്ത വീഡിയോയിൽ വേറൊരു പ്രോഡക്റ്റ്, വേറൊരു സബ്ജക്റ്റായിട്ട് നമുക്ക് കാണാം.